അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ ചോദിച്ചു RIT എങ്ങനെ RIT കൊള്ളാവോ എന്ന്. സോ അവർക്ക് വേണ്ടിയും ഇനി അടുത്ത കൊല്ലം RITക്ക് വരാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് ഇൻട്രൊഡ്യൂസിങ് RIT. സോ ഫസ്റ്റ് ലൈബ്രറി. സോ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാഗ്സും കാര്യങ്ങളും ഇവിടെ വെക്കണം. കാരണം ബാഗ് അലൗഡ് അല്ല, നമ്മുടെ ഫോൺ അലൗഡ് ആണ്, പക്ഷെ ബാഗ്സ് ഒന്നും അലൗഡ് അല്ല. നമ്മുടെ ഇപ്പോഴത്തെ ലൈബ്രറിയൻ ഈ മാമാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ലൈബ്രറിക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ പേര്, അതേപോലെ തന്നെ നമ്മൾ ഏത് ബ്രാഞ്ചാണ് പഠിക്കുന്നത്, നമ്മൾ കയറിയ സമയം എഴുതണം. അതേപോലെ തിരിച്ചു വന്നിട്ട് നമ്മൾ ഇറങ്ങിയ സമയം എപ്പോഴാണ്, അതേപോലെ തന്നെ ഉപ്പും നമ്മൾ ഇടണം. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതാണ്. ഈ ഭാഗത്താണ് നമ്മുടെ ലൈബ്രറിയൻ വന്ന് നിൽക്കുക. എന്നിട്ട് നമ്മുടെ ബുക്സ് റിന്യൂവൽ ചെയ്യുക, നമ്മൾ പുതിയ ബുക്ക് എടുക്കേണ്ടത് നോക്കുക, അതൊക്കെ ഇവിടെയാണ്. ഇവിടെ നമുക്ക് ബുക്സ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ ഇത് ജനറൽ സബ്ജക്റ്റ്, അവിടെ മെക്കാനിക്കൽ ഉണ്ട്, അവിടെ ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇവിടെ നിന്നാണ് ബുക്ക് എടുക്കുക. സോ ഇവിടുന്ന് നമുക്കിങ്ങനെ കാണാം, കണ്ട ഇവിടുന്ന് കണ്ട ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇതാ ഈ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഇവിടെ ഇത് കൂടെ ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ഭാഗത്തേക്ക് ഇലക്ട്രോ ഡൈനാമിക്സ്, ഫിസിക്സ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസ്, അങ്ങനെ കുറച്ച് ബുക്കുകൾ, അങ്ങനെ പല ബുക്കുകളും പല ഡിപ്പാർട്ട്മെൻറ്റ് ബുക്കുകളൊക്കെ ഉണ്ട്. എഞ്ചിനീയറിങ്ങിൻ്റെ ബുക്സ് മാത്രമല്ല, നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നോവൽസ്, സ്റ്റോറീസ്, അങ്ങനത്തെ ബുക്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ലൈബ്രറിയുടെ ഒരു നല്ല വ്യൂ ഞാൻ കാണിച്ചു തരാവേ. ഇതെന്ന് പറയുന്നത് ഗേറ്റിന് വേണ്ടി പഠിക്കുന്നവർക്കും അതേപോലെ തന്നെ ആർക്കിടെക്ചറിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി റെഫറൻസ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇവിടുന്ന് ബുക്ക് എടുക്കാം. അപ്പോൾ അവർക്ക് താഴേന്നും എടുക്കാം, മേലേന്നും എടുക്കാം. പിന്നെ ഇവിടെ ഉള്ളത് ഡിജിറ്റൽ ആയിട്ടുള്ള ലൈബ്രറിയാണ്. അതായത് ഇവിടെ വന്നിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ അവിടുന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറിയാൽ അവിടെ ഫുള്ളി സ്റ്റഡി ഏരിയ ആണ്. 5 മണി വരെയാണ് ലൈബ്രറി ഉണ്ടാവുക. എക്സാം ടൈമിൽ കുറച്ച് നീട്ടിത്തരും. ഞങ്ങൾ 4:45 പോയത്, അതുകൊണ്ട് ഇപ്പോൾ അവിടെ സ്റ്റുഡൻസ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ സീനിയേഴ്സ് ഒക്കെ അവിടെ ഇരുന്ന് പഠിക്കണ്ടേ. നമുക്ക് ഇങ്ങനത്തെ 3 കാർഡ് തരും. ഈ 3 കാർഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബുക്ക് എടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കാർഡേ ഉള്ളൂ, കാരണം ഞാൻ ഓൾറെഡി 2 ബുക്ക് എടുത്തു. അറ്റ് എ ടൈമിൽ നമുക്ക് 3 ബുക്ക് എടുക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ 3 ബുക്ക് എടുക്കുകയാണെങ്കിൽ ഈ കാർഡ് ഞാൻ അവിടെ കൊടുക്കും. എൻ്റെ കയ്യിൽ കാർഡ് ഉണ്ടാവില്ല. ഞാൻ ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 കാർഡ് ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ ലൈബ്രറിയിലെ വേറൊരു സ്റ്റാഫാണ്. എനിക്കും ബുക്ക് റിന്യൂവൽ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനും അവിടെ നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈബ്രറി. അപ്പോൾ ബൈ.